ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. 2024 ഒക്ടോബർ 6 മുതൽ 12 വരെ, അതായത് 1200 ആണ്ട് മലയാള മാസം കന്നി 20 മുതൽ 26 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും ശത്രുസ്ഥാനത്ത് രവിയും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ ബുധനും കളത്രസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. വിദ്യാപുരോഗതി കൈവരും. ധനസ്ഥിതി മെച്ചമായിരിക്കും. കാര്യവിജയം, സന്തോഷം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. സഹോദരങ്ങളുമായി കലഹത്തിന് സാധ്യതയുണ്ട്. വഴക്കുകൾ ഒത്തുതീർപ്പാക്കും. ഭാഗ്യവർദ്ധനവ് ഉണ്ടാകും. രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും. വിവാഹാർത്ഥികൾക്ക് ഉചിതമായ ആലോചനകൾക്ക് സാധ്യത കാണുന്നു. ഭാര്യാഗുണം കുറയും. സുഖാനുഭവങ്ങൾ വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ഗണപതി ഭജനം നടത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ധനസ്ഥാനത്ത് കുജനും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ ബുധനും പുത്രസ്ഥാനത്ത് സൂര്യനും ശത്രുസ്ഥാനത്ത് ശുക്രനും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്വദേശം വിട്ടുപോകേണ്ടതായി വരും. തൊഴിൽ രംഗത്ത് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും. ഭാര്യാപുത്രാദികൾക്ക് വേണ്ടി ധനം വ്യയം ചെയ്യും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ഉപാസനാദികൾക്ക് മുടക്കം സംഭവിക്കും. ചിന്താക്കുഴപ്പം അനുഭവപ്പെടും. അലച്ചിൽ വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും സുഖസ്ഥാനത്ത് രവിയും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ ബുധനും പുത്രസ്ഥാനത്ത് ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസുഖം കുറയും. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത. അനുഭവഗുണം കുറയും. യാത്രാഗുണവും ബന്ധുസമാഗമവും ഉണ്ടാകും. സന്താനഗുണം ഉണ്ടാകും. ധനവരവ് മെച്ചപ്പെടും. അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം. പിതാവിനോ പിതൃതുല്യർക്കോ രോഗദുരിതങ്ങൾക്ക് സാധ്യത. യാത്രാക്ലേശം ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് രവിയും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി ബുധനും സുഖസ്ഥാനത്ത് ശുക്രനും അഷ്ടമത്തിൽ ശനിയും ലാഭസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുശല്യം ഉണ്ടാകും. സഹോദര ഗുണം കുറയും. ആരോഗ്യപുഷ്ടിയും സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും. വാഹന ശയനസുഖം സിദ്ധിക്കും. ബന്ധുക്കളുമായ കലഹത്തിന് സാധ്യത. ധനാഗമം, അഭീഷ്ടകാര്യ സിദ്ധി എന്നിവ ഉണ്ടാകും. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് രവിയും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ ബുധനും സുഖസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്ത് ശനിയും കർമ്മസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. നയനരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനനാശമുണ്ടാകും. സുഖവും ഐശ്വര്യവും വർദ്ധിക്കും. ശത്രുശല്യം കുറയും. സഞ്ചാരക്ലേശം ഉണ്ടാവും. സ്ഥാനഭ്രംശത്തിന് സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യവർദ്ധനവ്, അധികാരസ്ഥാനപ്രാപ്തി എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ രവിയും ജന്മത്തിലും ധനസ്ഥാനത്തുമായി ബുധനും ധനസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്ത് ശനിയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. സഞ്ചാരക്ലേശമുണ്ടാവും. രോഗം വർദ്ധിക്കും. പലവിധമായ സുഖാനുഭവങ്ങൾ സിദ്ധിക്കും. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും. കാര്യജയം, സന്തോഷം എന്നിവ ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം കുറയും. ഭാഗ്യവർദ്ധനവ് ഉണ്ടാകും. സ്വന്തം സാമർഥ്യത്താൽ നേട്ടങ്ങൾ ഉണ്ടാകും. കർമ്മതടസ്സം നേരിടേണ്ടതായി വരും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും വ്യയസ്ഥാനത്തിലും ജന്മത്തിലുമായി ബുധനും പുത്രസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. മൃഷ്ടാന്ന ലാഭവും ദാമ്പത്യ സൗഖ്യവും പ്രതീക്ഷിക്കാം. കോപം നിയന്ത്രിക്കണം. ശത്രുശല്യം വർദ്ധിക്കും. യാത്രാക്ലേശം കാണുന്നു. ശരീരത്തിന് ബലക്കുറവ് അനുഭവപ്പെടും. രോഗവർദ്ധനവിന് സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്തെ പ്രയാസങ്ങൾക്കും കടങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജനും ലാഭസ്ഥാനത്ത് സൂര്യനും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായ ബുധനും വ്യയസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവ ഗുണം കുറയും. രോഗങ്ങൾ അലട്ടും. പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാം. ബുദ്ധിക്ക് ഉണർവുണ്ടാകും. രക്തസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത. അഗ്നി, ആയുധം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. കുടുംബസൗഖ്യവും മനസ്സന്തോഷവും ഉണ്ടാകും. കർമ്മപുഷ്ടി പ്രതീക്ഷിക്കാം. അധികൃതരുടെ അംഗീകാരം ലഭിക്കാം. വസ്ത്രാഭരണാദി ലാഭത്തിന് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും സുബ്രഹ്മണ്യ പ്രീതിയും വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദര സ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്ത് വ്യാഴവും കളസരസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് രവിയും കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായി ബുധനും ലാഭസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനാഗമവും ഭൃത്യന്മാരെ കൊണ്ട് നേട്ടവും ഉണ്ടാകും. ശത്രുക്കളെ കൊണ്ടും അവരുടെ ബന്ധുക്കളെ കൊണ്ടും ഉപദ്രവം ഉണ്ടായേക്കാം. ഭാര്യാകലഹത്തിന് സാധ്യത. ഉദരരോഗങ്ങൾ പിടിപെട്ടേക്കാം. ബുദ്ധിസാമർഥ്യത്താൽ കർമ്മരംഗത്ത് നേട്ടങ്ങൾക്ക് സാധ്യത. കർമ്മപുഷ്ടിക്ക് സാധ്യത കാണുന്നുണ്ട്. അനുഭവ ഗുണം വർദ്ധിക്കും. നിർഭയത്വവും മനസ്സന്തോഷവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതിയും സുബ്രഹ്മണ്യ പ്രീതിയും വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്ത് രവിയും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായ ബുധനും കർമ്മസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനനാശത്തിന് സാധ്യതയുണ്ട്. വാക്കുകൾ കരുതി പ്രയോഗിക്കുക. വിവാഹാർത്ഥികൾക്ക് ഉത്തമ ബന്ധങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ശത്രുശല്യം കുറയും. കാര്യങ്ങൾ അനുകൂലമായി തീരും. വാതരോഗങ്ങൾ അലട്ടാം. വേണ്ടപ്പെട്ടവരെ പിരിഞ്ഞ് താമസിക്കേണ്ടതായി വരും. അപമാനത്തിന് സാധ്യത. തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവഭജനം, ശാസ്താഭജനം, ശ്രീകൃഷ്ണ ഭജനം, ഗണപതി ഭജനം എന്നിവ നടത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും സുഖസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ബുധനും അഷ്ടമത്തിൽ രവിയും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ജോലിഭാരം വർദ്ധിക്കും. ബന്ധുഗുണം കുറയും. സന്താനക്ലേശത്തിന് സാധ്യത. കാര്യവിജയം, ധനപുഷ്ടി എന്നിവ പ്രതീക്ഷിക്കാം. കലഹസാധ്യത പരമാവധി ഒഴിവാക്കുക. കളത്രസുഖം വർദ്ധിക്കും. ധർമ്മപ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്ത മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദര സ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്ത് രവിയും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി ബുധനും അഷ്ടമത്തിൽ ശുക്രനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനാഗമവും കളത്രസുഖവും ഉണ്ടാകും. ബന്ധുജനങ്ങൾക്ക് ആപത്തിന് സാധ്യത. കാര്യതടസ്സം മാറാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ സഹായം ലഭിക്കും. സുഖഹാനി, കലഹം എന്നിവ പ്രതീക്ഷിക്കാം. അകാരണമായ ചിന്ത മനസ്സിനെ അലട്ടാം. ശാരീരികമായ അധ്വാനം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക.